ഹലോ, ഇപ്പോൾ കേരള പാഠാവലിയുടെ വെയിറ്റേജ് ഇടുകയാണ്. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ ശതമാനം എത്രയാണെന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കേരള പാഠാവലിയിൽ ആകെ 5 യൂണിറ്റാണുള്ളത്. അതിൽ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് 22.5% ചോദ്യം അതിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ഉള്ളിലാണ് എപ്പോഴും ഉന്മതാൻ എന്ന പോലെ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും അതേപോലെ 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേ ശതമാനം തന്നെയാണ് 22.5. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിനും രണ്ടാമത്തെ യൂണിറ്റിനും എന്താണ് തുല്യ പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ എന്ന് പറയുന്നതിൽ നിന്ന് 8 മാർക്കിൻ്റെ, ഒട്ടും കുറവല്ലല്ലോ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം. 20% ചോദ്യങ്ങൾ അതിൽ നിന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ യൂണിറ്റും പിറന്ന നാടിൻ പെരുമയിൽ എന്ന് പറയുന്നതിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം. 20% തന്നെയാണ്. അപ്പോൾ ഒട്ടും ഏതും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാ യൂണിറ്റും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് ഇരിക്കണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ യൂണിറ്റ് ഉലകിൻ ഉയരാം ഉണർവുകൾ എന്ന് പറയുന്നതിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 15% ക്വസ്റ്റ്യൻ അതിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതെന്തുകൊണ്ടാണ് അവസാനം ഇട്ടെന്ന് വെച്ചാൽ എല്ലാം പഠിക്കണം അല്ലേ. ഇതിൽ ഏതും മാറ്റി നിർത്താനില്ല. എല്ലാ യൂണിറ്റിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം. ഏത് നമുക്ക് മാറ്റി നിർത്തേണ്ട പാഠഭാഗങ്ങളെ അല്ല എന്നുള്ളതാണ്.